ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്കും അതിന്റെ പ്രോബ്ലംസിലേക്കും ഒക്കെ ഒന്ന് പോയാലോ. ആദ്യം നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നതാണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. എന്താണ്? സപ്പോസ് നിങ്ങൾ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ശ്രദ്ധിക്കുക കേട്ടോ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പ്ലെയിൻ സർഫസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദിസ് പ്ലെയിൻ സർഫസ്? ഈ പ്ലെയിൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പ്ലെയിൻ സർഫസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്ലെയിൻ സർഫസ്, ശരിയല്ലേ? ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ പ്ലെയിൻ സർഫസിന് നോർമൽ ഡയറക്ഷനിലാണ് ആരുള്ളത്? ഏരിയ വെക്ടർ ഉള്ളത്. ഈ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഈ ഏരിയ വെക്ടർ ഇപ്പൊ ഞാൻ ഒന്നും കൂടെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു പ്ലെയിൻ സർഫസ്. ഓക്കെ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്ത് ചെയ്തിരിക്കുകയാണ്? മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ പ്ലെയിൻ സർഫസിന് നോർമൽ ആയിട്ടാണ് എന്തുണ്ടാവുക? ഈ പ്ലെയിൻ സർഫസിന് നോർമൽ ആയിട്ടാണ് ആരുണ്ടാവുക? ഏരിയ വെക്ടർ ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ വെച്ചിരിക്കുന്നത് എന്തിലാണ്? മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ സർഫസിന് നോർമൽ ആണ് ഏരിയ വെക്ടർ എന്ന് മനസ്സിലാക്കുക. ഏരിയ വെക്ടറും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ത്രൂ ദിസ് പ്ലെയിൻ സർഫസ്, ഈ പ്ലെയിൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി എന്താണ്? ബി എ കോസ് തീറ്റ ആണ്. പറഞ്ഞു മനസ്സിലായോ? ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ് ഇസ് ഈക്വൽ ടു സിംപ്ലി എന്താണ്? ബി എ കോസ് തീറ്റ. അതാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഫിഗറിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ബി എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. എ എന്ന് പറയുന്നത് എന്താ? ഏരിയ ഓഫ് ദാറ്റ് പ്ലെയിൻ സർഫസ്. തീറ്റ എന്ന് പറയുന്നത് എന്താ? ഏരിയ വെക്ടറും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. അതിൽ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആംഗിൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എ എന്ന് പറയുന്നതാണ് ഏരിയ വെക്ടർ. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പ്ലെയിൻ സർഫസിന് നോർമൽ ആണ്. ഇനി ഇവിടെ 3 ഡിഫറെന്റ് കേസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കേസാണ് എന്ത്? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ തീറ്റ ഈക്വൽ ടു 0, ഞാനൊരു ഫ്രഷ് പേജ് എടുക്കാം, എന്നിട്ട് ഇതിന്റെ ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ഇപ്പൊ ഇവിടെ നമ്മൾ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മീൻ ചെയ്യുന്നത്? ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ സർഫസ്. പറഞ്ഞ് ശ്രദ്ധിക്കാട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ സർഫസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ സർഫസ്. ഈ സർഫസിന്റെ നോർമൽ ആണ് ആരുടെ ഡയറക്ഷൻ? ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ഈക്വൽ ടു എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ആ കേസിൽ ഫ്ലക്സ് എന്തായിട്ട് മാറും? ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ബി എ കോസ് 0. ദാറ്റ് ഈസ് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ബി എ. ഇതാണ് ഫ്ലക്സിന് വരാവുന്ന മാക്സിമം വാല്യൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത കേസ് ആണ് എന്ത്? തീറ്റ ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി വരുന്നത്. റൈറ്റ്, തീറ്റ ഈക്വൽ ടു എത്ര ഡിഗ്രി വരുന്നു? 90 ഡിഗ്രി വരുന്നു. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫ്ലക്സ് എന്തായിരിക്കും? ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ബി എ ഇൻറ്റു കോസ് 90 എന്ന് വരും. ഓക്കെ, ഈ കേസിൽ ഫ്ലക്സ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് തീറ്റ ഈക്വൽ ടു എത്ര വരുന്നത്? 180 ഡിഗ്രി വരുന്നത്. ഓക്കെ, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ഐഡിയ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നോക്കിക്കോട്ടെ, ഇത് നിങ്ങളുടെ പ്ലെയിൻ സർഫസ്. ഓക്കെ, ഏരിയ വെക്ടർ എങ്ങനെയാണ്? ഇതിന് നോർമൽ. ഇതാണ് ആരുടെ ഡയറക്ഷൻ? ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് വരാം. നോക്കാട്ടാ, ഏത് ഡയറക്ഷനിൽ? ഈ ഡയറക്ഷനിൽ എന്ത് വരാം? മാഗ്നറ്റിക് ഫീൽഡ് വരാം. ഇവർ തമ്മിലുള്ള ആംഗിൾ അപ്പൊ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ക്ലിയർ അല്ലേ? ഈ സിറ്റുവേഷനിൽ ഫ്ലക്സ് എന്തായിരിക്കും? ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ബി എ ഇൻറ്റു കോസ് 180 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇപ്പൊ കോസ് 180ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് 180? കോസ് 180ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? -1 ആണ്. റൈറ്റ്, ഈ സിറ്റുവേഷനിൽ ഫ്ലക്സ് അപ്പ് എന്തായിരിക്കും? വിൽ ബി സിംപ്ലി മൈനസ് ബി എ. അപ്പൊ ഇതാണ് ഫ്ലക്സിന്റെ 3 കേസുകൾ. ദെൻ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെബർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഐഡിയ. ഇതാണ് ഈ ബേസിക് ഐഡിയ അറിയാമെങ്കിൽ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. എന്താണ് ഫാരഡേയുടെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? 2 ലോകളാണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫാരഡേയുടെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഫസ്റ്റ് ലോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ പറയുന്നത്? എപ്പോഴാണ് ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ആവുക? ഇതിനെ പറ്റിയിട്ടാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. വെനെവർ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ, ഒരു കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എപ്പോഴാണോ ചേഞ്ച് വരുന്നത്, then there will be an EMF induced.
ഓക്കെ, ആൻഡ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF ലാസ്റ്റ് ആസ് ലോങ് ആസ് ദ ഫ്ലക്സ് ചേഞ്ച് ലാസ്റ്റ്. എത്ര നേരമാണോ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നത് അത്ര നേരം എന്തുണ്ടാവും, EMF ഇൻഡ്യൂസ് ആവും. എപ്പോഴാണോ ഫ്ലക്സ് ചേഞ്ച് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും, വാനിഷ് ആവും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എന്താണ് ഫസ്റ്റ് ലോ പറയുന്നത്? വെനെവർ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ്, ഒരു കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എപ്പോഴാണോ ചേഞ്ച് വരുന്നത് അപ്പോൾ ആ കോയിലിൽ അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ എന്തുണ്ടാവും, ഒരു EMF ഇൻഡ്യൂസ് ആവും. ആ EMF ഇൻഡ്യൂസ് ചെയ്തത് എത്ര നേരം നിൽക്കും? എത്ര നേരമാണോ ഫ്ലക്സ് ചേഞ്ച് ലാസ്റ്റ് ചെയ്യുന്നത് അത്ര നേരം മാത്രമേ ചെയ്യൂ. ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ആ ഫ്ലക്സിലുള്ള ചേഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫ്ലക്സിൽ എപ്പോൾ ചേഞ്ച് വരുന്നു അപ്പോൾ EMF ഇൻഡ്യൂസ് ആവും. രണ്ടാമത്തെ ലോ ആണ് എന്ത് പറയുന്നത്, ഫാരഡേയുടെ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്താ പറഞ്ഞാൽ, ഫസ്റ്റ് ലോ എപ്പോഴാണ് EMF ഇൻഡ്യൂസ് ആവാന്ന് പറഞ്ഞു. സെക്കൻഡ് ലോ ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF. നമ്മൾക്ക് പറഞ്ഞു whenever there is a flux change there will be induced EMF. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത് എന്താണ്, ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്. ഓക്കെ, ഇപ്പൊ ഫാരഡേ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിക്കാട്ടാ, എന്താ പറഞ്ഞത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. എന്തിനോട് ഈക്വൽ ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് എഴുതും, d∅/dt. വാട്ട് ഈസ് phi? Phi is the flux. അപ്പൊ d∅/dt എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഓക്കെ, ഇനി ഇഫ് ദ കോയിൽ ഹാസ് n ടേൺസ്, ഈ കോയിലിന് എന്തുണ്ട്, n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ റൈറ്റ്, ഈ കോയിലിന് എന്താണ്, n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്തായിട്ട് വരും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു n ഇൻറ്റു d∅/dt. ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതാണ് നല്ലപോലെ മനസ്സിലാക്കേണ്ട ഐഡിയ. ഇവിടെ ഞാൻ ഈ ഡിഫറൻഷ്യൽ വെച്ച് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ശ്രദ്ധിക്കാട്ടാ. ഈ ഡിഫറൻഷ്യൽ വെച്ച് d∅/dt എന്ന് പറയുന്ന ഐഡിയ അതൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ എന്താണ്, EMF ആണ്. സോറി, അതെന്താണ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ EMF ആണ്. ഒരു ഇൻസ്റ്റന്റിലെ EMFനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ d∅/dt എന്ന് പറയുന്നത്. പകരം നമ്മൾ ഫ്ലക്സ് ചേഞ്ച് പറയുന്ന ഒരു ടൈം പീരിയഡിലാണെന്ന് വിചാരിക്കും. മനസ്സിലാക്കുക, ഫ്ലക്സ് ചേഞ്ച് പറഞ്ഞത് ഒരു ഇൻസ്റ്റന്റിൽ ഐഡിയ പറഞ്ഞപ്പോഴാണ് എന്തിന് കിട്ടിയത്, EMF അറ്റ് ആൻ ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് EMF നമുക്ക് പറയാം. ഇനി നമ്മൾക്ക് പറയുന്ന ഈ ഫ്ലക്സ് ചേഞ്ച്, ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, ഒരു ടൈം പീരിയഡിലാണ് ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വിചാരിക്കും, ഒരു ΔΦ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി എത്ര സമയം കൊണ്ട്, ΔT സമയം കൊണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ പറയാം ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയാം. പറഞ്ഞു മനസ്സിലായി എന്താ ഐഡിയ, ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്, ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു n ഇൻറ്റു ΔΦ ഡിവൈഡഡ് ബൈ ΔT. ഇതാണ് ഐഡിയ. ഓക്കെ, ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു n ഇൻറ്റു ΔΦ/ΔT. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ മൈനസ് സൈൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൈനസ് സൈൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എക്സ്പ്ലെയിൻ ചെയ്യാം, ലെൻസസ് ലോ വരുമ്പോൾ അതിന്റെ കാരണം സഹിതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ, അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ, വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഫ്ലക്സ്? ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു, ഫ്ലക്സ് എന്താണ്, ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു. യെസ്, ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, BA cos θ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് EMF ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും? ഒരു കോയിലിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് EMF ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് വന്നാൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ ഇൻസ്റ്റന്റേനിയസ് EMF എന്താണെന്ന് പറഞ്ഞു. ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് EMF എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് എന്ത്, ആവറേജ് EMF. ഓക്കെ, ഇനി ഈ EMF എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക? വെരി സിമ്പിൾ. ഫ്ലക്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുത്തിയാൽ EMF ഇൻഡ്യൂസ് ആവും. ഏരിയയിൽ ചേഞ്ച് വരുത്തിയാൽ EMF ഇൻഡ്യൂസ് ചെയ്യും. തീറ്റ ചേഞ്ച് ചെയ്യുക എന്ന് ചോദിച്ചാൽ കോയിലിന്റെ ഓറിയന്റേഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ കോയിലിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്താലും എന്ത് സംഭവിക്കും, EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തൊക്കെ വഴിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് EMF ഇൻഡ്യൂസ് ചെയ്യുക, ഏരിയ ചേഞ്ച് ചെയ്ത് EMF ഇൻഡ്യൂസ് ചെയ്യുക, ഓക്കെ, തീറ്റ ചേഞ്ച് ചെയ്ത് EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EMF ഇൻഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ? ഇതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐഡിയ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ കോയിൽ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് ഡയറക്റ്റഡ്
into the paper is varying according to the relation. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേരിയേഷൻ തന്നിട്ടുണ്ട്, ഫ്ലക്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ് 5t² പ്ലസ് 10t പ്ലസ് 5. അത്രയും എന്താണെന്ന് പറയണേ, അത്രയും മില്ലി വെബർ ആണെന്ന് പറയുന്നത്. അത്രയും എന്താണെന്ന് പറയണേ, മില്ലി വെബർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും മില്ലി വെബർ ആണെന്നാണ് പറയുന്നത്. കാൽക്കുലേറ്റ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലോ അറ്റ് t = 5 സെക്കൻഡ്. t = 5 സെക്കൻഡിൽ എത്ര EMF ഇൻഡ്യൂസ് ആയെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഏത് EMF-നെ പറ്റിയാണ് പറയുന്നത്. ആവറേജ് EMF-നെ പറ്റിയിട്ടാണോ? അല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്, ഇൻസ്റ്റന്റേനിയസ് EMF-നെ പറ്റിയിട്ടാണ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് t = 5 സെക്കൻഡ്, 5ാമത്തെ സെക്കൻഡിൽ മാത്രം EMF എന്താണെന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഐഡിയ ആണ് ഇൻഡ്യൂസ്ഡ് EMF = ഏത് ഇക്വേഷൻ നിങ്ങൾ എടുക്കണം? ഇൻഡ്യൂസ്ഡ് EMF = ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? പറഞ്ഞേ, ഇതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഇത് ഉപയോഗിക്കണോ, ഇത് ഉപയോഗിക്കണോ, ഏത് ഉപയോഗിക്കുക? റൈറ്റ്. എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? E = d∅/dt. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരാ? d/dt ഓഫ് ഫൈൻ്റെ വാല്യൂ എത്രയാ? 5t² പ്ലസ് 10t പ്ലസ് 5. ഇതല്ലേ വാല്യൂ? യെസ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF = കിട്ടുന്ന ഉത്തരം എന്തിലായിരിക്കും? മില്ലി വോൾട്ടിലായിരിക്കും കേട്ടോ. കാരണം ഫ്ലക്സ് തന്നിരിക്കുന്നത് മില്ലി വെബറിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന EMF എന്തായിരിക്കും? മില്ലി വോൾട്ടിലായിരിക്കും. അത് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പൊ എത്രയായിരിക്കും വരാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പൊ 5 × t² എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് 2t പ്ലസ് 10 × t ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് 1 പ്ലസ് 5 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇൻസ്റ്റന്റേനിയസ് EMF എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 10t പ്ലസ് 10 എന്ന് പറഞ്ഞ് കിട്ടി. ശരിയല്ലേ? ഇത് കിട്ടിയിട്ട് കാര്യമില്ല. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇൻസ്റ്റന്റേനിയസ് EMF അറ്റ് t = 5 സെക്കൻഡ്. 5ാമത്തെ സെക്കൻഡിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ എന്തായിരിക്കും? 10 × 5 പ്ലസ് 10 ദാറ്റ് ഈസ് 50 പ്ലസ് 10. അപ്പൊ ആൻസർ എത്രയാണ്? 60. ശ്രദ്ധിക്കുക, ഇവിടെ ഫ്ലക്സ് തന്നിരിക്കുന്നത് മില്ലി വെബറിലാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തിലായിരിക്കും? ഇൻഡ്യൂസ്ഡ് EMF തന്നെ, പക്ഷെ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തിലായിരിക്കും? മില്ലി വോൾട്ടിലായിരിക്കും. അപ്പൊ 60 മില്ലി വോൾട്ട് ആണ് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. എന്താ പറയണേ? എ കോയിൽ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ. ശ്രദ്ധിക്കുക കേട്ടാ. എ കോയിൽ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 10⁻² cm² is placed in the magnetic field perpendicular to the plane. അപ്പോൾ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തിരിക്കുന്നത്? സോറി, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ് ഉള്ളത്. ഓക്കെ, വിച്ച് ചേഞ്ചസ് ഫ്രം 0 to 4 × 10⁻² Wb/cm². ഓക്കെ, വിത്ത് 5 സെക്കൻഡ്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഫ്ലക്സിന്റെ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കൂ കേട്ടോ, ഇവിടെ ഫ്ലക്സിന്റെ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഇവിടെ ഫ്ലക്സിന്റെ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത് 5 സെക്കൻഡിലാണ്. അതിനർത്ഥം അതെന്താണ്? ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദിച്ചിരിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അല്ല. ഓക്കെ, വാട്ട് വിൽ ബി ദ കറണ്ട് അക്രോസ് 5 Ω റെസിസ്റ്റർ? 5 Ω റെസിസ്റ്ററിലൂടെ ഉണ്ടാവുന്ന കറണ്ട്, അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഐഡിയ നമുക്ക് ശ്രദ്ധിക്കാം. എങ്ങനെയത് ചെയ്യാൻ നമുക്കൊന്ന് നോക്കിയേ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയേ. അപ്പൊ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഫ്ലക്സിന്റെ ഇക്വേഷൻ വളരെ എളുപ്പമാണ്. സിംപിളി എന്താണ്? BA ആണ്. പറഞ്ഞു മനസ്സിലായി? ഇവിടെ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? സിംപിളി B × A ആണ്. കാരണം എന്താ? ഫീൽഡ് ലൈൻസ് ആർ നോർമൽ ടു ദ സർഫസ്. സർഫസിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാം. ഇൻഡ്യൂസ്ഡ് EMF എന്താ ഇക്വേഷൻ? ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇറ്റ് വിൽ ബി ∆ϕ/ΔT. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ∆ × BA/ΔT. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏരിയക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എ കോയിൽ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 10⁻². ഇതിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്? ഈ ഏരിയക്ക് ഒരു മാറ്റവും വരുന്നില്ല. ആരാണ് ഇവിടെ മാറുന്നത്? ഫീൽഡ് ആണ് മാറുന്നത്. മനസ്സിലാക്കുക, ഇവിടെ ആരാണ് മാറുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ ഫീൽഡിന്റെ ചേഞ്ച് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതാം? ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF, ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ A പുറത്തേക്ക് എടുക്കാം, ∆B/ΔT. ഓക്കെ, പിന്നെ ഒന്നും കൂടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ A × B2 - B1/ΔT. ഗോട്ട് ഇറ്റ്? എഴുതിയ ഐഡിയ മനസ്സിലായില്ലേ? അത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, റൈറ്റ്. വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ഏരിയ? ഏരിയ എന്താന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഏരിയ എത്രയാണ്? 10⁻² cm². കട്ട് ചെയ്ത് പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഓക്കെ. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് എത്രയാണ്? 0യിൽ നിന്ന് 4 × 10⁻² വെബർ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആവാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 4 × 10⁻² വെബർ പെർ സെന്റിമീറ്റർ സ്ക്വയർ -0 all divided by delta t. What is the time interval? Time interval എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ടൈം ഇന്റർവെൽ എത്രയാണ്? 5 ആണ്. കട്ട് ചെയ്യാളാനും കട്ട് ചെയ്തേ. ഈ സെന്റിമീറ്റർ സ്ക്വയർ പോയി. ഈ 10⁻²ഉം 10⁻² കട്ടായി. അപ്പൊ നമുക്ക് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് എന്ത് കിട്ടി? 4/5 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ആവശ്യം കറണ്ട് ആണ്. കറണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കറണ്ട് I = E/R അല്ലേ? അപ്പൊ ഇന്റെ വാല്യൂ എത്രയാ? 4/5 × R. ആറിന്റെ വാല്യൂ എത്രയാ? 5 Ω എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താ വരാ? 4/25 എന്നാണ് വരാ. അപ്പൊ കറണ്ടിന്റെ വാല്യൂ 0.16 ആംപിയർ ആണ് കിട്ടാട്ടാ. ഓക്കെ. അപ്പൊ ആൻസർ എത്രയാണ് വരുന്നത്? 0.16 ആംപിയർ ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും ചെയ്തത് മനസ്സിലായില്ല? ഇറ്റ്സ് വെരി സിമ്പിൾ ഐഡിയ. ഓക്കെ. ഇപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിലെ ചേഞ്ച് കാരണമാണ് എന്തുണ്ടായിരുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിരുന്നത്. ഏരിയ മാറുന്നില്ല, അതുകൊണ്ടാണ് ഏരിയനെ ഞാൻ പുറത്തേക്ക് എടുത്തത് കേട്ടാ. ക്ലിയർ അല്ലേ? യെസ്. ഇതെല്ലാവർക്കും ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ കോയിൽ ഓഫ് 1200 turns and mean area of 500 cm² is held perpendicular to uniform magnetic field of induction 4 × 10⁻⁴ Tesla. The resistance of the coil is 20 ohm. When the coil is rotated through 180 degree in the magnetic field in 0.1 second, the average electric current induced is. Average electric current induced എന്താണ്? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയും ഒരു കോയിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. കോയിലിന്റെ ഏരിയ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ്. അപ്പോൾ ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് സിംപിളി എന്തായിരുന്നു? ഇനീഷ്യലി ഫ്ലക്സിന്റെ ഇക്വേഷൻ സിംപിളി എന്താണ്? BA ആണ്. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്തേ? ഈ കോയിലിനെ നമ്മൾ എന്താണ്? 180 ഡിഗ്രി തിരിക്കുക. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ആദ്യത്തെ കേസിൽ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാടാ. കേസ് 1 ഞാൻ പറയുന്ന ഐഡിയ ശ്രദ്ധിക്കുക. ഇനീഷ്യലി ഫീൽഡ് എന്ന് പറയുന്നത് കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആംഗിൾ എത്രയായിരിക്കും? ഏരിയ വെക്ടറും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? നേരത്തെ ഞാൻ വരച്ച് കാണിച്ചു തന്നതാണ്. അപ്പൊ നേരത്തെ ഞാൻ വരച്ച് കാണിച്ചു തന്ന അതേ ഐഡിയ ആണ്. നോക്കൂ, ഇതാണ് സിറ്റുവേഷൻ. ഫീൽഡും ഏരിയ വെക്ടറും ഒരു ഡയറക്ഷനിൽ വരുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ. അതാണ് ഈ ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എ കോയിൽ, ഇത്രയും ടേൺസ് ഉള്ള കോയിൽ ഇസ് ഹെൽഡ് പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. അപ്പൊ ഇനീഷ്യലി θ = 0 ഡിഗ്രി ആണ്. അപ്പൊ ഫ്ലക്സ്, ഇനീഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സിംപിളി n ടേൺസ് ഉള്ള കോയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? NBA cos 0. That is NBA cos 0. അപ്പോൾ ഇനീഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? NBA ആണ്. ഓക്കെ. ഇനീഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? NBA ആണ്. ഓക്കെ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? ദെൻ നമുക്കിനി എന്ത് ചെയ്യാം? ദിസ് കോയിൽ ഈസ് റൊട്ടേറ്റഡ് ത്രൂ 180 ഡിഗ്രി. ഈ കോയിൽ 180 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇങ്ങനെ ഇരിക്കുന്ന കോയിലിനെ നിങ്ങൾ ഒരു 180 ഡിഗ്രി പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 180 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ. നോക്കൂ കേട്ടോ, ഇത് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ, ഇത് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. ഇതാണ് രണ്ടാമത്തെ കേസ്. അപ്പൊ ദിസ് ഇസ് കേസ് 2. ഓക്കെ. ഇപ്പൊ കേസ് 2ൽ എന്താണ്? തീറ്റന്റെ വാല്യൂ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും? ഫൈനൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി NBA cos 180. ദാറ്റ് ഈസ് -NBA. ക്ലിയർ അല്ലേ? സോ ദിസ് വിൽ ബി ദ ഫൈനൽ ഫ്ലക്സ്. റൈറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? സോ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ്? ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈനൽ ഫ്ലക്സ് മൈനസ് ഇനീഷ്യൽ ഫ്ലക്സ്. അപ്പൊ എത്രയാ വരാ? -NBA മൈനസ് NBA. ശരിയല്ലേ? അപ്പോൾ ചേഞ്ച് ഓഫ് ഫ്ലക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിൽ ബി
ചേഞ്ച് ഓഫ് ഫ്ലക്സിന്റെ വാല്യൂ എന്താ വരാ? ചേഞ്ച് ഓഫ് ഫ്ലക്സിന്റെ വാല്യൂ ശ്രദ്ധിച്ചേ, -2NBA ആണ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന്റെ വാല്യൂ. ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷനിലേക്ക് പോവാം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പോൾ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയാണ് കണ്ടുപിടിക്കുക? -Δ∅ ഡിവൈഡഡ് ബൈ Δt. ഈ മൈനസ് സൈൻ എന്ന് പറയുന്നത് ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യും? ഈ ഫ്ലക്സ് ചേഞ്ചിനെ എതിർക്കുന്ന രീതിയിൽ ഒഴുകും. അത് കൂടുതലായിട്ട് ഞാൻ പറയണമെങ്കിൽ ഞാൻ ലെൻസസ് ലോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് അടുത്ത ടോപ്പിക്കാണ്. ഞാൻ അത് എടുക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഫ്ലക്സ് ചേഞ്ച്? മൈനസ് ഇൻറ്റു ഫ്ലക്സ് ചേഞ്ച് എത്രയാണ്? -2NBA ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ എത്രയാണ്? Δt. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോയാലോ? യെസ്, സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരുന്നത്? ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF is equal to 2NBA divided by Δt. ഓക്കെ, റൈറ്റ്. എത്ര വരാ? 2 ഇൻറ്റു വാട്ട് ഈസ് എൻ? 1200 ഇൻറ്റു ബി. വാട്ട് ഈസ് ബി? മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാ? 4 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു എ. എത്രയാണ്? 500 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം അതിനെ മാറ്റുമ്പോൾ എത്രയായിരിക്കും? 10⁻⁻⁴ ഓൾ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് എത്രയാ? 0.1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 0.1 സെക്കൻഡ് നമ്മൾ എന്ത് എഴുതി? 0.1 എഴുതി. റൈറ്റ്, ശരിയല്ലേ? ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. റൈറ്റ്, ഇനി ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? കട്ട് ചെയ്ത് കളയാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും ചേർന്ന് ഇതിനെ കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? ഈ 0.1 നമുക്ക് എന്ത് എഴുതാം? 10⁻⁻1 എഴുതി കൂടെ? ഈ 0.1 എന്തെന്ന് എഴുതാം? 10⁻⁻1. അപ്പോൾ അത് മേലേക്ക് പോകുന്ന സിറ്റുവേഷൻ നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താ വരാ? 2 ഇൻറ്റു 12 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 10⁻1. ഈ 10⁻⁻1 മേലേക്ക് പോയി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ കിട്ടുക? നമുക്ക് എന്ത് കിട്ടും? ഈ 2 ഇൻറ്റു 5 നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടിയില്ലേ? അപ്പോൾ ഇത് എത്ര വരാ? 12 ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻2 എന്ന് കിട്ടും. ഇതാണ് എന്ന് പറയുന്നത് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF. ഇനി ചോദിച്ചിരിക്കുന്നത് ആവറേജ് കറണ്ട് ആണ്. ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പം എത്ര വരെ? 12 ഇൻറ്റു 4 ഞാൻ കട്ട് ചെയ്ത് ഡിവൈഡഡ് ബൈ. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ട് 20. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 പ്രാവശ്യം 24 ഇൻറ്റു ഈ 10 മേലേക്ക് പോകുമ്പോൾ എന്ത് വരും? 10⁻⁻³ ആവും മൊത്തം. അപ്പം ഇത്രയും ആംബിയർ ആണ്. അപ്പോൾ അത് നമുക്ക് എന്തെന്ന് എഴുതാം? 24 മില്ലി ആംബിയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതിന്റെ വാല്യൂ എത്രയാണ്? 24 മില്ലി ആംബിയർ എന്ന് എഴുതും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ ഐഡിയയും പിടിയിട്ടില്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ഇനി പറയാനുള്ളത് എന്താണ്? ലെൻസസ് ലോ എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. എന്താണ് ലെൻസസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറഞ്ഞത്, whenever there is a flux change there will be an induced EMF. ഓക്കെ, ഈ ഇൻഡ്യൂസ്ഡ് EMF എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നു അത്ര നേരം എന്തുണ്ടാവുള്ളൂ? ഫ്ലക്സ് ചേഞ്ച് ലാസ്റ്റ് ചെയ്യുന്നു അത്ര നേരം മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുള്ളൂ. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്തിനെ പറ്റിയാ പറയണേ? The magnitude of induced EMF. Magnitude of induced EMF is equal to rate of change of flux. Lenz's law എന്താ പറയണേന്ന് വിചാരിച്ചാൽ ഐഡിയ എത്രേ ഉള്ളൂ. In what direction this induced current will flow? Induced current ഏത് ഡയറക്ഷനിൽ ഒഴുകും അതിനെ പറ്റിയിട്ടാണ് ആര് പറയുന്നത്? ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ലെൻസസ് ലോ പറയുന്ന ഐഡിയ എന്താണ്? The induced current will flow in such a direction that induced current ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക? It will opposes the cause which produces. ആരാണോ അതിനെ പ്രൊഡ്യൂസ് ചെയ്തത് അതിനെ എതിർക്കുന്ന രീതിയിലാണ് ആരോ ഫ്ലോ ചെയ്യുക? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഏത് ഫ്ലക്സ് ചേഞ്ച് ആണോ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തത് ആ ഫ്ലക്സ് ചേഞ്ചിനെ ഇല്ലാതാക്കുന്ന രീതിയിലാണ്, ആ ഡയറക്ഷനിലാണ് ആരോ ഒഴുകുക? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ദ ഐഡിയ ഓഫ് വാട്ട്? ലെൻസസ് ലോ. ഇതാണ് ലെൻസസ് ലോന്റെ ഐഡിയ. ഇവിടെ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാനതൊന്ന് വരയ്ക്കാട്ടാ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് വരയ്ക്കാണ്. ഒരു മാഗ്നറ്റ്, ഇതൊരു കോയിലാണ്. ഓക്കെ, ഇതൊരു മാഗ്നറ്റ്, ഇതൊരു കോയിലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോള്
ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഞാൻ ഈ കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. കോയിൽ ഇങ്ങനെയല്ലേ, കോയിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇത് മാഗ്നറ്റ്, ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്, ശരിയല്ലേ? അങ്ങനെ കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ത് വരും? ചേഞ്ച് വരും. പറഞ്ഞു മനസ്സിലായോ? ഈ കോയിലിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക? ഈ കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, കാരണം ഇതിന്റെ ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻസ് പോകുന്നില്ലേ, ഇതിൽ ചേഞ്ച് വരും. ഇതിൽ ചേഞ്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വന്നു. ഓക്കെ, കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ആവും. ആൻഡ് എന്താണ്? ദർ വിൽ ബി എൻ ഇൻഡ്യൂസ്ഡ് കറന്റ്. ഈ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് വിച്ച് ഒപ്പോസസ് ദ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ്. ആരാണ് ഇതിനെ ഉണ്ടാക്കിയത്? നോർത്ത് പോളിന്റെ അറൈവൽ, ശരിയല്ലേ? അപ്പൊ നോർത്ത് പോൾ ഇങ്ങോട്ട് വരുന്നതാണ് കോയിലിനെ അസോസിയേറ്റ് ചെയ്തുള്ള ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ കാരണം. അപ്പൊ നോർത്ത് പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിനർത്ഥം വരുന്ന നോർത്ത് പോളിൽ എന്ത് ചെയ്യണം? റിപ്പൽ ചെയ്യണം. അപ്പൊ വരുന്ന നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യണമെങ്കിൽ കോയിലിന്റെ ഈ ഭാഗം എന്തായിട്ട് ബിഹേവ് ചെയ്യണം? വരുന്ന നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യണമെങ്കിൽ കോയിലിന്റെ ഈ ഭാഗം, അതായത് നോർത്ത് പോൾ അറൈവ് ചെയ്യുന്ന കോയിലിന്റെ ഭാഗം എന്തായിട്ട് മാറണം? ഒരു നോർത്ത് ആയിട്ട് മാറണം. അതിന് കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? ദിസ് ഇസ് ദ ലോജിക്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ അപ്പൊ ഇവിടെ കറണ്ട്, ദർ വിൽ ബി ഇൻഡ്യൂസ്ഡ് കറണ്ട്. മനസ്സിലാക്ക, ഇവിടെ എന്തുണ്ട്? ദർ വിൽ ബി ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇനി ഞാൻ നോക്കിക്കോട്ടെ, നിങ്ങൾക്ക് ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാട്ടാ പ്ലീസ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ്, ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഒന്നും അല്ലാതെ, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഓക്കെ, നോർത്ത് പോളിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ വിചാരിക്കും. ദ നോർത്ത് പോൾ ഈസ് മൂവിങ് എവേ. നേരത്തെ മൂവിങ് ടുവേർഡ്സ് ആണെങ്കിൽ ദ നോർത്ത് പോൾ ഈസ് മൂവിങ് എവേ ഫ്രം ദ കോയിൽ. കോയിലിൽ നിന്നും അകന്നു പോകും. അപ്പൊ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് വീണ്ടും കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിൽ ചേഞ്ച് വരും. എന്താ കാരണം? നോർത്ത് പോൾ അകന്നത് പോകുന്നത് കൊണ്ടാണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായത്. ഓക്കെ, അപ്പൊ നോർത്ത് പോൾ അകന്നു പോകുന്നതാണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ്. അതായത് നോർത്ത് പോളിന്റെ അകന്നുപോക്കാണ് ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കിയത്. ഇതിനെ പിടിച്ചു നിർത്താൻ നോക്കുക. അതായത് നോർത്ത് പോൾ അകന്നു പോകാൻ പാടില്ല. അപ്പൊ നോർത്ത് പോളിനെ പിടിച്ചു നിർത്തണമെങ്കിൽ കോയിലിന്റെ ഈ ഭാഗം എന്തായി മാറിയാൽ മതി? സൗത്ത് പോൾ ആയാൽ മതി. സൗത്ത് പോൾ ആവണമെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഓക്കെ, ഇപ്പൊ കറണ്ട് ഇവിടെ ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് വിൽ ഫ്ലോ ഇൻ എ ഡയറക്ഷൻ ഓഫ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്തിനാ? നോർത്ത് പോളിനെ പിടിച്ചിരിക്കുക. അപ്പൊ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് ലെൻസസ് ലോ. അപ്പൊ ഇതാണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ഹാവ് എ ക്വസ്റ്റ്യൻ. നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. എന്താണ്? ഇൻ ദ അബോവ് ഡയഗ്രാം എ സ്ട്രോങ് മാഗ്നെറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് സോളിനോയിഡ് 2 ഫ്രം സോളിനോയിഡ് 1. ഓക്കെ, യെസ്, the direction of induced current in solenoid 1 and that in solenoid 2 respectively. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എൻ്റെ ഒബ്സർവർ എവിടെയാണ് നിൽക്കണേ? അപ്പൊ ഞാൻ എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പൊ ഇവിടെ എൻ്റെ ഒബ്സർവർ നിൽക്കുന്നത് ഈ മാഗ്നറ്റിന്റെ മേലെയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കാണ്. സോളിനോയിഡ് 1ൽ നിന്നും ഈ മാഗ്നറ്റ് അകന്നു പോവാണ്. സോളിനോയിഡ് 2ലേക്ക് അടുത്ത് വരാണ്. ദിസ് ഇസ് ഹാപ്പനിങ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്ട്രോങ് മാഗ്നറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് സോളിനോയിഡ് 2 ഫ്രം സോളിനോയിഡ് 1. അപ്പൊ സോളിനോയിഡ് 1ൽ നിന്നും അകന്നു പോവാണ്, സോളിനോയിഡ് 2ന്റെ അടുത്തേക്ക് പോവാണ്. ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഡയറക്ഷനിൽ തന്നെ, ഈ ഡയഗ്രത്തിൽ തന്നെ മാർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടാ. ഓക്കെ, യെസ്, സിമ്പിൾ ഐഡിയ ആണ്. ഈ കോയിൽ നിങ്ങൾ എടുത്തേ. സോറി, യു ബെറ്റർ ടേക്ക് കോയിൽ സോളിനോയിഡ് 1. ഒന്നാമത്തെ സോളിനോയിഡ് നിങ്ങൾ എടുത്തേ. ഈ ഒന്നാമത്തെ സോളിനോയിഡ് നിങ്ങൾ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തെ സോളിനോയിഡിൽ നിന്നും കോയിൽ എന്ത് ചെയ്യാണ്? അകന്നു പോവാണ്. പറഞ്ഞു മനസ്സിലായോ? ഒന്നാമത്തെ സോളിനോയിഡിൽ നിന്നും കോയിൽ എന്ത് ചെയ്യാണ്? അകന്നു പോവാണ്. ആരാണ് അകന്നു പോകുന്നത് നോക്കിയേ? നോർത്ത് പോൾ അകന്നു പോകുന്നു. ഇപ്പൊ നോർത്ത് പോൾ അകന്നു പോവാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായി? കാരണം നോർത്ത് പോൾ അകന്നു പോകുന്നത് കൊണ്ടാണ് ഈ കോയിലിൽ എന്തുണ്ടാവുന്നത്? ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നത്. Then there will be induced current. ഈ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ത് ചെയ്യും?
നോർത്ത് പോൾ അകന്നു പോവാതിരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ശരിയല്ലേ? ഇതല്ലേ ലെൻസസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നോർത്ത് പോൾ അകന്നു പോവാതിരിക്കണമെങ്കിൽ ഇവിടെ എന്ത് വരണം? കോയിലിന്റെ ഈ ഭാഗം എന്താവണം? സൗത്ത് പോൾ ആവണ്ടേ? കോയിലിന്റെ ഈ ഭാഗം എന്താവണം? സൗത്ത് പോൾ ആവണം. ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. കോയിലിൻ നോർത്ത് പോളിനെ പിടിച്ചു നിർത്തണമെങ്കിൽ കോയിലിന്റെ ഈ ഭാഗം സോളിനോയിഡ് 1 കേട്ടാ, അതിന്റെ ഈ ഭാഗം എന്താവണം? സൗത്ത് പോൾ ആവണം. ഈ ഭാഗം സൗത്ത് പോൾ ആവണമെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം? നോക്കൂ, കറണ്ട് വിൽ ബി ഫ്ലോ ഇൻ ഡയറക്ഷൻ ഓഫ് എ ബി. അപ്പൊ ഇതില് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യണേ? എ ബിയുടെ ഡയറക്ഷനിൽ. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കറക്കി കുത്തായിരുന്നു. ഇനി നെക്സ്റ്റ്, രണ്ടാമത്തെ സോളിനോയിഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ സോളിനോയിഡിലേക്ക് സൗത്ത് പോൾ ആണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ സൗത്ത് പോൾ അടുത്തേക്ക് വരുന്നതാണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ സൗത്ത് പോൾ അടുത്തേക്ക് വരുന്നതിനെ തടയണം. ശരിയല്ലേ? സൗത്ത് പോൾ അടുത്തേക്ക് വരുന്നതിനെ തടയണം. സൗത്ത് പോളിനെ എങ്ങനെയാ തടയാ? ഇവിടെ നോർത്ത് പോൾ ആയാൽ സൗത്ത് പോളിനെ തടയാൻ പറ്റുമോ? അപ്പൊ വീണ്ടും പിടിച്ച് വലിക്കുകയും ചെയ്യുക. പറഞ്ഞു മനസ്സിലായി? അപ്പൊ സൗത്ത് പോളിന്റെ വരവിനെ തടയണമെങ്കിൽ സൗത്ത് പോളിനെ റിപ്പൽ ചെയ്യണം. സൗത്ത് പോളിനെ റിപ്പൽ ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? സൗത്ത് പോളിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു സൗത്ത് പോൾ വന്നു. ഓക്കെ, കോയിലിന്റെ ആ ഭാഗം സൗത്ത് പോളായി, മറ്റേ ഭാഗം എന്തായി? നോർത്ത് പോളായി. യു ഗോട്ട് ഇറ്റ്? പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ ഭാഗം നോർത്ത് ആവും. ക്ലിയർ? അപ്പൊ കോയിലിന്റെ ഒരു ഭാഗം എന്തായി മാറി? സൗത്ത് പോൾ പോലെ ബിഹേവ് ചെയ്തു. സൗത്ത് പോൾ ആവണമെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം? ഈ ഡയറക്ഷനിൽ. അതാണല്ലോ ഞാൻ ഇതിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കറണ്ട് എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ കറണ്ട് എങ്ങനെ ഒഴുകുന്നത്? ഇവിടെ കറണ്ട് എങ്ങനെ ഒഴുകുന്നത്? ഡി സി ഡയറക്ഷനിലാണ്. ഇവിടെ കറണ്ട് എങ്ങനെ ഒഴുകുന്നത്? ഡി സി ഡയറക്ഷനിലാണ്. അപ്പൊ ആൻസർ എന്താണ്? എ ബി ആൻഡ് ഡി സി. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. അപ്പൊ മനസ്സിലാക്കാം, ഇയാള് നോക്കുമ്പോൾ കാണുന്നതാണ്. ഇയാള് സോളിനോയിഡ് 1ലേക്ക് നോക്കുമ്പോൾ ഇവിടെ സൗത്ത് പോൾ വരണം, കറണ്ട് വിൽ ബി ഫ്ലോൺ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോളിനോയിഡ് 2നെ നോക്കുമ്പോൾ ഈ ഭാഗം സൗത്ത് പോൾ വരണം, ഇവിടെ നിന്ന് ഇയാൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? കറണ്ട് വിൽ ബി ഫ്ലോയിങ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പറഞ്ഞ് മനസ്സിലായോ? സൗത്ത് പോൾ വരണമെങ്കിൽ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, നോർത്ത് പോൾ വരണമെങ്കിൽ കറണ്ട് എന്ത് ഫ്ലോ ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ലോജിക്ക് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ ആണ്. സൗത്ത് പോൾ വരണമെങ്കിൽ കറണ്ട് ഷുഡ് ഫ്ലോ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നോർത്ത് പോൾ വരണമെങ്കിൽ കറണ്ട് എന്ത് ഡയറക്ഷനിൽ വരണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരണം. ഓക്കെ, യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭാഗമാണ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്ന ഭാഗം. മോഷണൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അതിനെ സിംപിളി നമ്മൾ പറയുന്നതാണ് മോഷണൽ ഇ എം എഫ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ശ്രദ്ധിച്ചേ, ഇതൊരു റെക്ടാങ്കുലർ ഫ്രെയിം ആണ്. എന്താണ് റെക്ടാങ്കുലർ ഫ്രെയിം? ശ്രദ്ധിക്കുക, PQRS ഒരു റെക്ടാങ്കുലർ ഫ്രെയിം ആണ്. റെക്ടാങ്കുലർ ഫ്രെയിം. ഈ റെക്ടാങ്കുലർ ഫ്രെയിം ഒരു റോഡ് ഉണ്ട്. ഈ റോഡാണ് നമ്മുടെ എന്ന് പറയുന്നത് PQ. ഇറ്റ് ഈസ് ഫ്രീ ടു സ്ലൈഡ്. ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. പറഞ്ഞു മനസ്സിലാവും? ഫ്രെയിം ഫിക്സ്ഡ് ആണ് കേട്ടോ. ഈ ഫ്രെയിം ഫിക്സ്ഡ് ആണ്. ഇത് NCERT ഫിഗർ ആണ്. ഈ ഫ്രെയിം ഫിക്സ്ഡ് ആണ്. ഈ റോഡ് ക്യാൻ സ്ലൈഡ് ഓവർ ദിസ് ഫ്രെയിം. ഈ ഫ്രെയിമിന്റെ മേലെ റോഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഈ ഇതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ആര്? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ആരുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഈ റോഡിന്റെ നീളം ശ്രദ്ധിക്കൂ കേട്ടോ. ഈ റോഡിന്റെ നീളം എത്രയാണ്? L ആണ്. റോഡിന്റെ നീളം എത്രയാണ്? L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റോഡിന്റെ മൂവ്മെന്റ് കാരണം ഈ റോഡിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? ഈ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കാരണം ഈ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷണൽ EMF എന്ന് പറയുന്നത്. ഈ മോഷണൽ EMF കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ശ്രദ്ധിക്കാട്ടാ. മോഷണൽ EMF കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ എന്താണ്? BLV. This is the equation. This is the basic equation to find motional EMF. അതിൽ B എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. L എന്താ? ഈ കണ്ടക്ടറിന്റെ നീളമാണ്. പറഞ്ഞു മനസ്സിലായി? കണ്ടക്ടറിന്റെ നീളം. V എന്താ? The velocity with which conductor moves. കണ്ടക്ടർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ദിസ് ഇസ് ദ ഐഡിയ ഓഫ് മോഷണൽ EMF. അങ്ങനെയാണെങ്കിൽ മോഷണൽ EMF വെച്ചിട്ട് 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സിലബസിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗമല്ലേ, ഇതിന് എന്താണ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നീറ്റിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താ പറയണേ? എ റെക്ടാങ്കുലർ വയർ loop of side 8 cm and 3 cm with a small cut is moving out of a region of uniform magnetic field of magnitude 0.3 Tesla directed normal to the plane of the plane of the loop. The EMF developed across the cut if the velocity of the loop is 2 cm per second in a direction normal to the shorter side of the loop. ഇപ്പോൾ എന്താ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ പടം വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, സിമ്പിൾ ഐഡിയ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഐഡിയ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള റെക്റ്റാങ്കുലർ ലൂപ്പ് വിത്ത് എ സ്മോൾ കട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കട്ട് ഉണ്ട് അവിടെ. ഓക്കെ, യെസ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, ഇതിന് രണ്ട് ഇതാണുള്ളത്. ഇത് ഷോർട്ടർ സൈഡാണ്, ഇതിന് 3 സെൻറ്റിമീറ്റർ നീളവും. ഇത് ലോങ്ങർ സൈഡാണ്, ഇതിന് 8 സെൻറ്റിമീറ്ററും. ഓക്കെ, ഈ റെക്ടാങ്കുലർ ഫ്രെയിം ഇരിക്കുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് നോർമലാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? നോർമൽ ടു ദ പ്ലെയിൻ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് മൂവിങ് ഈ ലൂപ്പ് ഇങ്ങനെ വെറുതെ ഇരിക്കല്ല. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് സെർട്ടൈൻ വെലോസിറ്റി. അത് എന്ത് ചെയ്യാണ്? ഒരു സെർട്ടൈൻ വെലോസിറ്റിയിൽ അത് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. മക്കളെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ലൂപ്പ് എന്ത് ചെയ്യാണ്? വെറുതെ ഇരിക്കല്ല. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് സെർട്ടൈൻ വെലോസിറ്റി v. ആ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 2 cm/s ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദ ഷോർട്ടർ സൈഡ്. അതായത് ഈ കോയിലിൽ എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തൂടെ, ഇങ്ങനെ മൂവ് ചെയ്തൂടെ. അങ്ങനെയല്ല മൂവ് ചെയ്യുന്നത്. ഇതിന്റെ വെലോസിറ്റി ഇതിന്റെ ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞ ഇതല്ലേ, ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. വിത്ത് വെലോസിറ്റി എത്രയാണ്? 2 cm/s. ഓക്കെ, ഷോർട്ടർ സൈഡിന് പെർപെൻഡിക്കുലർ. അതായത് ഫീൽഡ് ഉള്ള റീജിയണിൽ നിന്നും ഫീൽഡ് ഇല്ലാത്ത റീജിയണിലേക്ക് അത് എന്ത് ചെയ്യാണ്? കടക്കാം. വാട്ട് ഈസ് എ EMF ഇൻഡ്യൂസ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ്? ഇൻഡ്യൂസ്ഡ് EMF is equal to മോഷണൽ EMFന്റെ ഐഡിയ അല്ലേ, BL. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു, ബി എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 0.13 ടെസ്ല. അപ്പൊ നമ്മൾ അതിന് എന്തെന്ന് എഴുതി? 3 × 10⁻⁻1 എഴുതി കൂടെ? പ്രശ്നമില്ലല്ലോ. 0.3 അങ്ങനെ എഴുതി കൂടെ? ലെങ്ത് അവിടെയാണ് പുലിവാരി. ഏത് ലെങ്ത് നിങ്ങൾ എടുക്കും? ഈ 8 സെന്റിമീറ്റർ എടുക്കണോ 3 സെന്റിമീറ്റർ എടുക്കും? അവിടെയാണ് നേരത്തെ ഞാൻ പഠിപ്പിച്ചെന്ന എൻ്റെ ഐഡിയ ശ്രദ്ധിക്കുക. ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് ഏതാ? 3 സെന്റിമീറ്റർ അല്ലേ? അതാണ് എടുക്കേണ്ടത് കേട്ടാ. പറഞ്ഞ് മനസ്സിലായി? വെലോസിറ്റിക്ക് ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ റെക്ടാങ്കുലർ കോയിൽ എന്ന് പറയുമ്പോൾ 8 സെന്റിമീറ്റർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, റൈറ്റ്. ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റോഡിന്റെ നീളമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ എത്ര ആൻസർ വരാം? ഇറ്റ് ഈസ് എത്രയാണ്? 3. ഇറ്റ് ഈസ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റോഡിന്റെ നീളം എത്രയാണ്? 3 × 10⁻² ഇൻറ്റു വി എത്രയാണ്? 2 × 10⁻², അത്രയും m/s. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്താ പറയാ? 3 × 9 = 18. 18 × 10⁻⁵. ശരിയല്ലേ? ഇതിനെ നമുക്ക് എന്താ എഴുതാം? 1.8 × 10⁻⁻4, അത്രയും വോൾട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലാക്കുക, ഏതാണ് എടുക്കേണ്ട ലെങ്ത് ഒരിക്കലും 8 സെന്റിമീറ്റർ എടുക്കരുത്. 8 സെന്റിമീറ്റർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം തെറ്റി. എടുക്കേണ്ടത് 3 സെന്റിമീറ്റർ ആണ്. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, ഈ വെലോസിറ്റിക്ക് പാരലൽ ആയ ലെങ്ത് നിങ്ങൾ എടുക്കരുത്, പെർപെൻഡിക്കുലർ ആയ ലെങ്തേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് പറയുന്നത്? എ 2 meter long uniform copper wire held horizontally is allowed to fall under gravity through a uniform horizontal magnetic field of 0.5 goes perpendicular to length of the wire. Okay, the EMF induced across the wire when it travels a vertical distance of 200 meters. അപ്പോൾ എന്താണുള്ളത്? എൻ്റെ കയ്യിൽ ഒരു വയർ ഉണ്ട്. ശ്രദ്ധിക്കാട്ടാ, എൻ്റെ കയ്യിൽ ഒരു വയർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ലോങ് വയർ ഉണ്ട്. റൈറ്റ്, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ലോങ് വയർ ഉണ്ട്. ഈ വയറിന്റെ നീളം എത്രയാണെന്ന് പറഞ്ഞേക്കണേ? The length of this wire is 20 meter.
ഓക്കെ, ദിസ് വയർ ഈസ് അലൗഡ് ടു ഫാൾ അണ്ടർ ദ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഈ വയർ എന്ത് ചെയ്യാണ്, താഴത്തേക്ക് വീഴാണ്. ഓക്കെ, അവിടെ എന്തുണ്ട്, ഈ വയർ വീഴുന്ന സ്ഥലത്ത് എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദർ വിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ. പറഞ്ഞ് മനസ്സിലായോ? ഈ റീജിയനിൽ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.5 ഗോസ് എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല. ഓക്കെ, 0.4 ഇൻറ്റു 0.5 ഇൻറ്റു 10, അതിനെ ഒന്നും കൂടെ നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ ഈക്വൽ ടു 5 ഇൻറ്റു 10⁻⁻5 ടെസ്ല. ഓക്കെ, യെസ്, ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ വയർ. ഈ ഫീൽഡ് എന്ന് പറയുന്നത് വയറിന്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആണ്. പറഞ്ഞ് മനസ്സിലായോ? വയറിന്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആണ്. The EMF induced across the wire when it travels a vertical distance of 200 meters. അതിനർത്ഥം this wire falls under the influence of gravity. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് ഈ വയർ വീഴുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെ ഈ വയർ എത്ര ദൂരം ഫാൾ ചെയ്തു? ദ വയർ ഫാൾ ചെയ്ത ദൂരം എന്ന് പറയുന്നത് 200 മീറ്റർ ഹൈറ്റ് താഴെ വീണു. ഓക്കെ, ആ സമയത്ത് എത്ര EMF ഇൻഡ്യൂസ് ചെയ്തു എന്നല്ലേ? അപ്പൊ ആ സമയത്ത് വയറിന്റെ വെലോസിറ്റി എന്താണെന്ന് നമ്മൾ അറിയണം. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് വയർ? അപ്പൊ 200 മീറ്റർ ഫാൾ ചെയ്തു. ഇപ്പൊ വയർ ഇവിടെ എത്തി. അതായത് ശ്രദ്ധിക്കാട്ടാ, ഇവിടെ ഉണ്ടായിരുന്ന വയറാ, ഇപ്പോ ഈ വയർ എവിടെ എത്തി? ഇപ്പോൾ ഈ വയർ എവിടെ എത്തി? 200 മീറ്റർ ഫാൾ ചെയ്ത് ഇവിടെ എത്തി. അപ്പൊ 200 മീറ്റർ അത് ഫാൾ ചെയ്തു. അപ്പൊ ഈ സമയത്ത് വയർ എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി വയർ വിൽ പൊസസ് എ വെലോസിറ്റി. വയർ ഒരു വെലോസിറ്റി പൊസസ് ചെയ്തിട്ടുണ്ടാവും. എത്രയായിരിക്കും? വി വിൽ ബി ഈക്വൽ ടു എന്താണ് ഫ്രീ ഫാളിന്റെ വെലോസിറ്റി? വി is equal to √2gh. അപ്പൊ വി is equal to 2 ഇൻറ്റു ജിനെ നമ്മൾ 10 എടുക്കാം. 10 ഇൻറ്റു എച്ച് എത്രയാണ്? 200. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 400 ഇൻറ്റു 10. ഈ വെലോസിറ്റിനെ നമുക്ക് എന്താ എഴുതാം? 400ന്റെ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 20 √10. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് പറയുന്നത് വെലോസിറ്റി അക്വയർഡ് ബൈ ദ വയർ അറ്റ് ദാറ്റ് ടൈം. അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? ഇൻഡ്യൂസ്ഡ് EMF എന്താ? ഇൻഡ്യൂസ്ഡ് EMF is equal to BLV. ബി എത്ര? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 5 ഇൻറ്റു 10⁻⁻5. എൽ എത്രയാ? കണ്ടക്ടറിന്റെ നീളം, അത് 20 മീറ്റർ മാത്രമല്ലേ ഉള്ളൂ. ദെൻ വെലോസിറ്റി എത്രയാണ്? 20 ഇൻറ്റു √10. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇത് എത്രയാ? 400. ശരിയല്ലേ? 400 ഇൻറ്റു 5 എത്രയാ? 400 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 2000. ശരിയല്ലേ? 400 ഇൻറ്റു 5 എന്ന് വരുമ്പോൾ 2000 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു √10. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു √10. ഇത് ഇത്രയും വോൾട്ട് ആണ്. പക്ഷെ നമുക്ക് ആൻസർ എന്തിൽ വേണം? മില്ലി വോൾട്ടിൽ വേണം. അപ്പൊ മില്ലി വോൾട്ടിൽ ആൻസർ വരണമെങ്കിൽ എന്ത് ചെയ്യും? മില്ലി വോൾട്ടിൽ ആൻസർ വരണമെങ്കിൽ അതിനെ നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, എന്താണ്? മില്ലി വോൾട്ടിലേക്ക് മാറ്റുമ്പോൾ 20 √10 ഇൻറ്റു 10⁻⁻3 അത്രയും വോൾട്ട്. അപ്പൊ അത് എന്തെന്ന് എഴുതാം? 20 √10 മില്ലി വോൾട്ട് എന്നായി. ഇതാണ് ഇതിന്റെ ഐഡിയ. ഇത് എല്ലാവർക്കും ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോയാലോ? അപ്പോൾ മോഷണൽ EMFന്റെ ഭാഗം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളതാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പൊ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് സെൽഫ്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിഗറിൽ എന്തുണ്ട്? ഒരു കോയിൽ ഉണ്ട്. ഈ കോയിലിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ത്രൂ എ കീ. കീ ഇവിടെ വരച്ചിട്ടില്ല, ബട്ട് മനസ്സിലാക്കുക ഇവിടെ എന്തുണ്ട്? ഒരു കീ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കോയിൽ ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. കോയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ത്രൂ എ കീ. ഒരു കീയിലൂടെ ടാപ്പിംഗ് കീ വഴി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? വെൻ യു ഇൻസേർട്ട് ദ കീ, നിങ്ങൾ ഈ കീ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ കീ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും? ഈ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഗ്രോ ചെയ്യാൻ തുടങ്ങും. പറഞ്ഞ് മനസ്സിലായോ? ഈ കറണ്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിൽ എന്ത് വരും? ഒരു ചേഞ്ച് വരും. ഓക്കെ, ഫ്ലക്സിൽ ചേഞ്ച് വരുന്ന അപ്പൊ തന്നെ എന്തുണ്ടാവും? EMF ഉണ്ടാവും. സോ ദർ വിൽ ബി an EMF induced in the coil. If the circuit is closed, സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ there will be induced current. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? It will flow in such a direction that it opposes the cause which produces it. That is the basic idea of Lenz's law.
ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ബാറ്ററി കറണ്ട് ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ്, ബാറ്ററി കറണ്ട് ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാറ്ററി കറണ്ട് ഗ്രോ ചെയ്തത് കൊണ്ടാണ് എന്തുണ്ടായത്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യും, ബാറ്ററി കറണ്ട് ഗ്രോ ചെയ്തത് കൊണ്ടല്ല ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായത്, അതിനെ എതിർക്കാൻ നോക്കുക. അതിനെ എതിർക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ എന്താ, ബാറ്ററി കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് ഫ്ലോ ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? ബാറ്ററി കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് ഫ്ലോ ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോയിൽ that itself opposes the growth or decay of current by producing a EMF called back EMF. ഒരു EMF ഉണ്ടാക്കി ഒരു കോയിൽ സ്വയം അതിലൂടെയുള്ള കറണ്ടിന്റെ ഗ്രോത്തിനെയും അതുപോലെ തന്നെ ഡീക്കേനെയും തടയുന്ന പ്രതിഭാസം. ഓക്കെ, ഇപ്പൊ കറണ്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഓഫ് ബാറ്ററി കറണ്ട്. ദ കറണ്ട് ഈസ് ഡീക്കേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കുത്തിയിട്ടിരിക്കുന്ന സ്വിച്ച് എന്താണ് വലിച്ചൂരാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, കറണ്ട് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് ഫാൾ ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, ദർ വിൽ ബി ഇൻഡ്യൂസ്ഡ് കറണ്ട്. അതെന്ത് ചെയ്യും, അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കിയത് എന്താ, ബാറ്ററി കറണ്ട് കുറയാ എന്നുള്ള പ്രതിഭാസമാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, ബാറ്ററി കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ ഒഴുകി ബാറ്ററി കറണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ആര് ശ്രമിക്കുക, ഇൻഡ്യൂസ്ഡ് കറണ്ട് ശ്രമിക്കുക. ഇത്രമാത്രം മനസ്സിലാക്കുക, ചേഞ്ചിനെ എതിർക്കുക. അപ്പൊ ഇവിടുത്തെ ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോയിലില്ലേ, ഈ കോയിലിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എത്രയാ, 5. അതെന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഈ എന്താണ് ഈ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് L. സോ 5 is equal to L, Li. ഈ Lനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. വിളിക്കുന്ന പേരെന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചാലോ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി മൈനസ് d∅dt. ഓക്കെ, അപ്പൊ E is equal to minus d/dt of what is phi. phi എന്ന് പറയുന്നത് എത്രയാണ്, Li. ഇതിൽ L എന്താണ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അപ്പൊ Lനെ നമ്മൾ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ ഇറ്റ് വിൽ ബി di/dt. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫോർമുല കണ്ടുപിടിക്കുന്നത്. അപ്പൊ L എന്താണെന്ന് മനസ്സിലാക്കണം, കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നും പറയും. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലാണ്, ഹെൻറിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഐഡിയ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചെയ്താൽ, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്, ദ കറന്റ് ഇൻ എ സെൽഫ് ഇൻഡക്റ്റൻസ് L is equal to. ഇപ്പൊ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഒരു തന്നിട്ടുണ്ട് 40 മില്ലി ഹെൻറി. ഈസ് ഇൻക്രീസ്ഡ് യൂണിഫോംലി ഫ്രം, ഈ കറണ്ട് എവിടെ നിന്ന് എവിടേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത്, 1 ആംപിയറിൽ നിന്നും 11 ആംപിയറിലേക്കാണ്. എത്ര സെക്കൻഡ് കൊണ്ട്, 4 മില്ലി സെക്കൻഡ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, L ഇൻറ്റു di/dt അല്ലേ, അല്ലേ ഇക്വേഷൻ. L ഇൻറ്റു di/dt. ഇൻഡ്യൂസ്ഡ് EMF മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മൈനസ് സൈൻ ഒന്നും ഇടാത്തത്. മൈനസ് സൈൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്തു. ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, സോറി, ഇൻഡ്യൂസ്ഡ് കറണ്ട്. Lന്റെ വാല്യൂ എത്രയാ, 40 into 10⁻³ ഡെൽറ്റ I ബൈ ഡെൽറ്റ ടി. കറണ്ടിന് എന്താ സംഭവിച്ചത്, 1 ആംപിയർ 11 ആംപിയർ ആയി. സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ കറണ്ട്, 10 ആംപിയർ. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ കറണ്ട്, 10 ആംപിയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, 4 മില്ലി സെക്കൻഡ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് എഴുതാം, 4 into 10⁻³. 4 into 10⁻³ ശരിയല്ലേ. മില്ലി സെക്കൻഡിനെ ഞാൻ എന്തിലേക്ക് മാറ്റി, സെക്കൻഡിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ അത്രയും സെക്കൻഡ്. ക്ലിയർ? യെസ്. കട്ട് ചെയ്യാളതിനെ കട്ട് ചെയ്തോ, 10⁻³ പോയി, 10⁻³ പോയി, 4ഉം 4ഉം കട്ടായി, ഇവിടെ 10 വന്നു. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ എത്രയാണ്, 100 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 100 വോൾട്ട് ആണ്. അപ്പൊ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാനുള്ള ഐഡിയ ആണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ സെൽഫ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കോയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മ്യൂച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങളപ്പോൾ മനസ്സിലാക്കണം 2 കോയിൽ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ശ്രദ്ധിക്കാട്ടോ, വെരി സിമ്പിൾ ഐഡിയ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ ഫിഗറിലേക്ക് നല്ല പോലെ നോക്കി, ഇവിടെ ഒരു കോയിൽ ഉണ്ട്. ദിസ് ഇസ് കോയിൽ 1. ഓക്കെ, ഈ കോയിലിനെ നമ്മൾ എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. രണ്ടാമത്തെ കോയിലിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബാറ്ററിയിലേക്ക് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ,
അവിടെ ഒരു ഗാൽവനോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ സെല്ല് ഇല്ല കേട്ടാ. ഇവിടെ ഒരു എന്താണുള്ളത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. ഇത് സെല്ലല്ലേ, ഒരു ഗാൽവനോമീറ്റർ ആണ്. കറണ്ടിന്റെ ഡിഫ്ലക്ഷൻ അളക്കാനുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയുന്ന ഐഡിയ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒന്നാമത്തെ കോയിലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ കോയിലൂടെ, രണ്ടാമത്തെ കോയിലൂടെ കറണ്ട് പോകുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അവിടെ EMF സെല്ലും ഒന്നും ഇല്ല കേട്ടോ. ഇറ്റ് ഈസ് കണക്റ്റഡ് ഓൺലി ത്രൂ എ ഗാൽവനോമീറ്റർ. അപ്പൊ ഒന്നാമത്തെ കോയിലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് പോകുന്നത്. ഈ കറണ്ട് പോകുമ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഇതിനെ അസോസിയേറ്റ് ചെയ്തൊരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്? രണ്ടാമത്തെ കോയിൽ ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടാമത്തെ കോയിലിനെ അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ട്? ഫ്ലക്സ് ഉണ്ട്. ബിക്കോസ് ഓഫ് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഫസ്റ്റ് കോയിൽ. സോ ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അത് കണ്ടോ? ഫീൽഡ് ലൈൻസ് രണ്ടാമത്തെ എന്ത് ചെയ്യുന്നുണ്ട്? കോയിലിലേക്കും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ദ ഫ്ലക്സ് ദാറ്റ് പാസസ് ത്രൂ ദ സെക്കൻഡ് കോയിൽ, രണ്ടാമത്തെ കോയിലിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ദ ഫ്ലക്സ് ദാറ്റ് പാസസ് ത്രൂ ദ സെക്കൻഡ് കോയിൽ, രണ്ടാമത്തെ കോയിലിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കോയിലിൽ ഒഴുകുന്ന കറണ്ടിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഐഡിയ പറഞ്ഞ് മനസ്സിലായോ? രണ്ടാമത്തെ കോയിലിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ കോയിലിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കോയിലിൽ ഒഴുകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ഞാൻ മാറ്റാണ്. Φ2 = M × I1. ഈ എമ്മിനെ പറയുന്ന പേരാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ മെഷേർഡ് ഇൻ ഹെൻറി. ഇതിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഹെൻറിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ കോയിലിലൂടെയുള്ള കറണ്ടിന് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോയിലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിൽ ചേഞ്ച് വരില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഈ ഒന്നാമത്തെ കോയിലിലൂടെയുള്ള, ശ്രദ്ധിക്കൂ, ഈ ഒന്നാമത്തെ കോയിലിലൂടെയുള്ള കറണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കോയിലിൽ എന്തുണ്ടാവും? ഫ്ലക്സിൽ വേരിയേഷൻ വരില്ലേ? then there will be an EMF induced in the second coil. അപ്പോൾ ഒന്നാമത്തെ കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം രണ്ടാമത്തെ കോയിലിൽ എന്തുണ്ടാവാണ്? ഒരു EMF ഉണ്ടാവാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ ഒക്കെ ഈ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ വരുന്ന ഡിവൈസുകളാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ there will be EMF induced in the coil due to change of current in the first coil. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ EMF ഇൻഡ്യൂസ്ഡ് നമുക്ക് കണ്ടുപിടിക്കാം. EMF ഇൻഡ്യൂസ്ഡ് വിൽ ബി ഈക്വൽ ടു, രണ്ടാമത്തെ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്ത EMF എന്ന് പറയുന്നത് മൈനസ് d∅2 ഡിവൈഡഡ് ബൈ dt. So it's equal to d by dt of what is Φ2? Φ2 will be equal to MI1. Okay, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൈനസ് M into di1 divided by dt. This is it. Clear? ഇതും നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലാണ്? ഹെൻറിയിലാണ് മെഷർ ചെയ്യുന്നത്. This is also measured in Henry. എല്ലാവർക്കും പിടികിട്ടിയില്ലേ? അപ്പൊ രണ്ടാമത്തെ കോയിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കറണ്ട് പോയത് ഏത് കോയിലൂടെ? ഒന്നാമത്തെ കോയിലൂടെ. അപ്പൊ ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊയാക്സിയൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് ടു കൊയാക്സിയൽ സോളിനോയിഡ്, രണ്ട് കൊയാക്സിയൽ സോളിനോയിഡുകൾക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. NCERT പറയുന്ന ഒരു ഐഡിയ ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, രണ്ട് കൊയാക്സിയൽ ആയിട്ടുള്ള സോളിനോയിഡുകൾ ഉണ്ട്. ഇതൊരു ഇന്നർ, ശ്രദ്ധിക്കാട്ടാ, ഇതൊരു ഇന്നർ, വേറെ കളറിൽ എഴുതാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതൊരു ഇന്നർ സോളിനോയിഡ് ആണ്. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത്, ഇതാണ് എന്ന് പറയുന്നത് ഔട്ടർ സോളിനോയിഡ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ കൃത്യമായി മനസ്സിലാവും ഇത് കൊയാക്സിയൽ സോളിനോയിഡ്, രണ്ടിന്റെ ആക്സിസ് സെയിം ആണ്. ഇനി ഇന്നർ സോളിനോയിഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? I1. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് N1, സ്മോൾ ലെറ്റർ N1. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? ക്യാപ് ലെറ്റർ N1. ഇതിന്റെ റേഡിയസ് എത്രയാണ്? R. ഓക്കെ, ഇനി നമ്മൾ ഔട്ടർ സോളിനോയിഡ് എടുത്താലോ, അതിലെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? I2. അതിലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എത്ര? N2. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്ര? ക്യാപ് ലെറ്റർ N2. ഇതിന്റെ റേഡിയസ് എത്രയാണ്? R2. രണ്ടിന്റെ നീളം എത്രയാണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ദ മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു സോളിനോയിഡ്സ്, ഈ രണ്ട് കൊയാക്സിയൽ സോളിനോയിഡ്കൾക്കിടയിലുള്ള
മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. എം ഇസ് ഈക്വൽ അതിന്റെ ഡെറിവേഷനിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് μ0 n1 n2 into a into l. This is one formula. ഇതൊരു ഫോർമുല. This is in terms of number of turns per unit length. അടുത്ത ഫോർമുല ഏതാ? m is equal to μ0 into n1 n2 a by l. ഇതാണ് രണ്ടാമത്തെ ഫോർമുല. അപ്പൊ ഈ ഫോർമുലയിൽ n1 n2 ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, എല്ലും എന്താണെന്ന് അറിയാം. എൽ എന്ന് പറഞ്ഞ സോളിനോയിഡിന്റെ ലെങ്ത് ആണ്. പക്ഷെ എ എന്താണ്? ഈ എ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കണം. എ എന്ന് പറയുന്നത് ഏതാണ്? രണ്ട് സോളിനോയിഡ് ഉണ്ട്. ഇതിന്റെ ഏരിയ എത്രയാ? പൈ r1 സ്ക്വയർ. ഇതിന്റെ ഏരിയ എത്രയാ? ഔട്ടർ സോളിനോയിഡിന്റെ പൈ r2 സ്ക്വയർ. ഇതിൽ ഏതാണ് നിങ്ങൾ എഴുതേണ്ടത്? കൃത്യമായി അത് ഓർത്ത് വെച്ചോളൂ. ഇറ്റ് ഈസ് പൈ r1 സ്ക്വയർ ആണ്. നിങ്ങൾ എടുക്കേണ്ടത് ഏത് ഏരിയ ആണ്? കോമൺ ഏരിയ ആണ്. മനസ്സിലായോ? ഈ ഏരിയ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതാണ് ഫോർമുലയിൽ വരുന്ന ഏരിയ, ഇതല്ല കേട്ടോ. ഓക്കെ, ഔട്ടർ ഏരിയ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? ഇന്നർ കോയിലിന്റെ ഏരിയ ആണ്. ഇന്നർ കോയിലിന്റെ ഏരിയ എത്രയാണ്? വാട്ട് ഇസ് ഏരിയ ഓഫ് ദ ഇന്നർ കോയിൽ? ഇന്നർ കോയിലിന്റെ ഏരിയ എത്രയാണ്? പൈ r1 സ്ക്വയർ. അപ്പൊ ഈ ഫോർമുലയിൽ വരുന്നത് ഏതാണ്? കോമൺ ഏരിയ ആണ്. അതെന്ന് പറയുന്ന ആരുടെ ഏരിയ ആണ്? ഇന്നർ കോയിലിന്റെ ഏരിയ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താണ് ക്വസ്റ്റ്യൻ? Two coaxial solenoids are made by winding thin insulated wire over a pipe of cross sectional area. അപ്പൊ പൈപ്പുമ്മ തന്നെയാണ് രണ്ടും ചുറ്റുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ അല്ല, ഒരു പൈപ്പ് വടി എടുത്തിട്ട് അതിന്റെ മേലെ ആദ്യം ഒരു കോയിൽ ചുറ്റുന്നു, അതിന്റെ മേലെ രണ്ടാമത്തെ കോയിൽ ചുറ്റുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഏരിയ നമ്മൾ ഇന്നർ കോയിൽ എടുക്കുന്നു എന്നുള്ള ലോജിക്ക് ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ ചുറ്റിയിരിക്കുന്നത് ഒരു പൈപ്പുമ്മയാണ്. പൈപ്പിന്റെ ഏരിയ തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 20 സെന്റിമീറ്റർ. ഓക്കെ, ഇഫ് വൺ ഓഫ് ദ സോളിനോയിഡ് ഹാസ്, ആദ്യത്തെ സോളിനോയിഡിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നിരിക്കുന്നത് 300 ആണ്. രണ്ടാമത്തെ സോളിനോയിഡിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നത് എത്രയാണ്? 400 ആണ്. അവരുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദെയർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? അപ്പോൾ അവരുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താ ചോദ്യം ചോദിച്ചാൽ നമുക്കറിയാലോ. ദെയർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഈ സോളിനോയിഡിന്റെ കോയാക്സിയൽ സോളിനോയിഡിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിന്റെ ഇക്വേഷൻ എടുക്കല്ലേ നല്ലത്. μ0 n1 n2 a divided by l. ഈ ഫോർമുലയാണ് എടുക്കേണ്ടത്. m is equal to, what is μ0? 4 pi into 10 raised to minus 7. What is n1? 300. What is n2? 400. Into what is area? 10 centimeter square. അപ്പോൾ 10 into 10 raised to minus 4 all divided by, what is the length? 20 centimeter. അപ്പോൾ 20 into 10 raised to minus 2. ഓക്കെ, 20 into 10 raised to minus 2 അല്ലേ? കട്ട് ചെയ്യാനുള്ള അതിനൊക്കെ പിടിച്ച് കട്ട് ചെയ്തോട്ടാ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ രണ്ട് പൂജ്യങ്ങളും 10 raised to 4 ആയില്ലേ? ഇത് ചേർന്ന് ഇതിനെ കളഞ്ഞു. യെസ്, ഇനി എന്താ ഉള്ളത്? ഈ പൂജ്യവും കട്ടായിപ്പോയി. ഈ 2 ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 2 പൈ. അപ്പോൾ നമുക്ക് എന്താ ബാക്കിയുള്ളത്? m is equal to 2 പൈ ഇൻറ്റു ബാക്കി എന്തൊക്കെയുള്ള 10 raised to minus 7 ഇൻറ്റു ഇത് എത്ര വരും? 12. 3 into 4 12 അല്ലേ? ഒരു 10 raised to minus 2 ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത്, അത് മേലേക്ക് വരും. അപ്പോൾ 10 raised to plus 2. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നിങ്ങൾ പറഞ്ഞേ. 12 into 2 24 പൈ. ശരിയല്ലേ? 24 പൈ ഇൻറ്റു 10 raised to എന്ത് വരുന്നു? -5. ഇത്രയും ഹെൻറി. ശരിയല്ലേ? ഇപ്പൊ ഇതിനെ നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടണ്ടേ നമ്മുടെ ഫോർമാറ്റിൽ? 2.4 പൈ ഇൻറ്റു 10 raised to -4 ഹെൻറി. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഐഡിയയും അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് 2 കോയാക്സിയൽ സോളിനോയിഡ്സ് എന്നുള്ള ഐഡിയ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.